നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി കഷ്ടിച്ച് 1.25 വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ, അതായത് സ്ക്രീനിംഗ് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന യുവ നേതാക്കളുടെ എണ്ണം 60-ൽ കൂടുതലാണ്. 30-നും 40-നും ഇടയിൽ പ്രായമുള്ള 60-ൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിനായി ഗുജറാത്തിൽ മാറ്റുരയ്ക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് നമുക്കറിയാം, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് നാമമാത്രമാണ്. കൂടുതൽ സീറ്റുകളിലേക്ക് വിജയിക്കാനും അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുക്കാനും വേണ്ടിയുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ഇപ്പോഴേ ആരംഭിച്ചിരിക്കുകയാണ്. കാവിക്കോട്ട എന്നാണല്ലോ ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെക്കുറിച്ച് പറയപ്പെടുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംഭാവന ചെയ്ത സംസ്ഥാനം. അമിത്ഷായെയും അതുപോലെ തന്നെ ഗുജറാത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം എത്രത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കലർന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ വളരെ വൈകാതെ തന്നെ ഗുജറാത്തിൽ ഈ പ്രഗത്ഭ നേതാക്കളുടെ സംസ്ഥാനത്ത് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഗുജറാത്തിൽ നിലവിൽ അവിടെ ഭൂപീന്ദർ ഭായ് പട്ടേലാണ് ഭരിക്കുന്നത്. 157 സീറ്റുകളാണ് അവർക്ക്. കേവല ഭൂരിപക്ഷം മാത്രമല്ല, ബഹുഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വന്നത്. എന്നാൽ ആം ആദ്മി പാർട്ടി തകർന്നടിഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ സംഘാടകർ മുഴുവൻ കോൺഗ്രസിലേക്ക് എൻ ബ്ലോക്കായി പോകുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആം ആദ്മി പാർട്ടി BJPയുമായി കോംപ്രമൈസ് ടോക്ക് നടത്തിയിരിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ കോൺഗ്രസ് പല സോഷ്യൽ മീഡിയകളിലൂടെയും പുറത്തുവിട്ട കാര്യമാണ്. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയിരിക്കുന്നു എന്ന വാർത്തയും വലിയ തോതിൽ കോളിളക്കം ഉണ്ടാക്കിയതാണ്. ആം ആദ്മി പാർട്ടിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് സംവിധാനം പൊളിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് മോചിതനായത്. തിഹാർ ജയിലിൽ കിടന്നപ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാൾ എത്ര തവണയാണ് മാപ്പെഴുതി കൊടുത്തത്. BJP നേതൃത്വത്തോട് താൻ ഇനിമേൽ അവരുമായി ഏറ്റുമുട്ടലിനില്ല, അവരുമായി പോരാട്ടത്തിനില്ല, അവരുമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഏറ്റുമുട്ടാൻ തയ്യാറല്ല എന്ന് ഒരുപാട് തവണ കരഞ്ഞു പറഞ്ഞതിന് ശേഷമാണ് പ്രമേഹ രോഗിയായ കെജ്രിവാളിനെ ഒടുവിൽ വിട്ടയച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ഹനുമാൻ ചാലിസയും അതുപോലെ കാളി പൂജയൊക്കെ നടത്തി കെജ്രിവാൾ BJPയുടെ ഹിന്ദു വോട്ടുകൾ കൂടി ഹനിച്ചെടുത്ത് ഡൽഹി എക്കാലവും ഭരിച്ചെടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് പോയപ്പോഴാണല്ലോ അദ്ദേഹത്തിൻ്റെ മദ്യക്കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ BJP കുടുക്കിയതും. പിന്നീട് നമുക്കറിയാം, BJP നേതാക്കൾക്ക് വലിയ തോതിൽ ആവേശമായിരുന്നു കെജ്രിവാളിനെ എങ്ങനെയും തീർക്കുക എന്നുള്ള രീതിയിൽ. രാഷ്ട്രീയപരമായി മാത്രമല്ല, അദ്ദേഹത്തെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് ലക്ഷ്യം വെച്ചത്. അതോടെയാണ് കെജ്രിവാളിന് കാര്യം മനസ്സിലായത്, രാഷ്ട്രീയത്തിൽ നിന്നും ഇനി സമ്പാദിക്കാനോ ഇനി അധികാരം പിടിക്കാനോ നിൽക്കണ്ട, ജീവനാണ് വലുത്. റിട്ടയർഡ് ജീവിതം സുഗമമായി ആഘോഷിക്കണമെങ്കിൽ അവർക്ക് മാപ്പെഴുതി കൊടുത്തേ മതിയാവുകയുള്ളൂ. ഇതുതന്നെയാണ് ഗുജറാത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ വേണ്ടി മാത്രം 1-2 സംസ്ഥാനങ്ങളിൽ കൂടി തുഴഞ്ഞു കയറാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആം ആദ്മി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ആം ആദ്മിക്കില്ല.